എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ മീറ്റ്സുകയായിരിക്കും കാണിക്കുക. അപ്പൊ ഒരു കുഞ്ഞി പൂച്ച അവന്റെ അടുത്തേക്ക് ഓടി വരും. ആ കുഞ്ഞി പൂച്ചയാണെങ്കിൽ ഇപ്പൊ മീറ്റ്സുകയും വിളിച്ച് ഒരു സ്ഥലത്തേക്ക് വരികയാണ്. അവിടെയാണെങ്കിൽ ചോരയിൽ കുടിച്ച് പരുക്ക് പറ്റി കിടക്കുന്നതായിട്ട് മീറ്റ്സുക കാണും. മീറ്റ്സുക കൂടുതലൊന്നും ആലോചിക്കാതെ അവനെ താങ്ങിയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം അവന്റെ മുറിവില് ബാൻഡേജും മരുന്നൊക്കെ ഒട്ടിച്ച് അവനോട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറയും. അല്പസമയം കഴിയുമ്പോൾ അവനിപ്പോ ഓക്കെ ആയിട്ട് എഴുന്നേക്കും. അവൻ മീറ്റ്സുകയോട് ചോദിക്കും, നിങ്ങളൊരു ഡോക്ടറാണോ? മീറ്റ്സുക പറയും, ഞാൻ ഡോക്ടറൊന്നും അല്ല. അതിനവൻ താങ്ക് യു വെരി മച്ച്. നിങ്ങൾ ആരാണ് എന്താണെന്ന് പോലും അറിയാതെ എനിക്ക് ആവശ്യമായിട്ടുള്ള ശുശ്രൂഷ ഒക്കെ തന്നെ ചെയ്തു തന്നു. ഞാൻ ആക്ച്വലി ഇവിടേക്ക് വന്നത് എൻ്റെ സിസ്റ്ററിനെ കാണാനാണ്. എൻ്റെ വാക്ക് കേൾക്കാതെ അവൾ ഇവിടെ വന്ന് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അവളെ കാണാനും സംസാരിക്കാനും വരുന്ന വഴിക്കാണ് എനിക്കിത് സംഭവിച്ചത്. അവനാണെങ്കിൽ വീണ്ടും ഇപ്പൊ മീറ്റ്സുകയോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് പോവാനായിട്ട് ഒരുങ്ങാണ്. അപ്പോഴായിരിക്കും അവൻ ആ പൂച്ചയെ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. പൂച്ചയ്ക്കാണെങ്കിൽ അവനോടും മീറ്റ്സുകയോടും ഭയങ്കര സ്നേഹം. ഉടനെ ആ പൂച്ചയ്ക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് ഒരു ബെൽ ചെയിൻ അതിന്റെ കഴുത്തിലിട്ട് കൊടുക്കും. അങ്ങനെ അവൻ പൂച്ചക്കുട്ടിക്കും മീറ്റ്സുകയ്ക്കും ടാറ്റ ബൈബൈ ഒക്കെ പറഞ്ഞ് അവിടുന്ന് കടന്നു പോകും. കറക്റ്റ് ടൈം സാറുടെയും ബൊറൂട്ടോയും അവർ മീറ്റ്സുകയെ തേടി അവന്റെ വീട്ടിലേക്ക് വരും. ബൊറൂട്ടോ ചോദിക്കും, ഞങ്ങൾ ഇവിടേക്ക് വന്ന കറക്റ്റ് ടൈം ആരാണ് ഇവിടുന്ന് പോയത്? അതിന് മീറ്റ്സുകയാണെങ്കിൽ അവൻ ആരാണെന്നും എന്തിനു വേണ്ടി വന്നു എന്നുള്ള എല്ലാ കാര്യങ്ങളും അവരോട് പറയും. അതിനുശേഷം അവർ 3 പേരും അടുത്ത മിഷന് വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വരും. അപ്പോഴായിരിക്കും അതിലൊരു സീനിയർ ഓഫീസർ പറയാ, കണാക്കി എന്ന് പേരുള്ള ഒരാള് ആൾക്ക് പ്രോപ്പറായിട്ട് സെക്യൂരിറ്റി കൊടുക്കുക എന്നതാണ് നിങ്ങളുടെ ഇന്നത്തെ മിഷൻ. ആളുടെ ജീവൻ ഇപ്പൊ വലിയൊരു അപകട ഭീഷണിയിലാണ്. ഒരു സീരിയൽ കില്ലർ ആള് അദ്ദേഹത്തെ കൊല്ലാനായിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ട്. മഴ വരുന്ന സമയത്തായിരിക്കും അവന്റെ കൃത്യം അത് നടപ്പിലാക്കുക. അവനെ കൊണ്ട് മഴ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവും ആരും അറിയാതെ ക്രൈം നടത്താനുള്ള ഒരു പ്രത്യേക എബിലിറ്റി ഉണ്ട്. ആ സീരിയൽ കില്ലറും അവന്റെ ടീമും ചേർന്ന് ഇതുവരെ 3 പേരെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. അവരുടെ കണക്ടിവിറ്റി അത് ഓൾമോസ്റ്റ് നമ്മൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അവരെന്ത് തരം വെപ്പൺ ഉപയോഗിച്ചാണ് ഈ ക്രൈം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇനി ബാക്കിയുള്ളത് ഇദ്ദേഹം മാത്രമാണ്. ഇദ്ദേഹത്തെ എന്ത് വില കൊടുത്തും നമുക്ക് പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ. ബൊറൂട്ടോ പറയും, ഞാൻ ഇപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോവാണ്. അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്ത് റെയിൻ സീരിയൽ കില്ലറിനെ അവനെ കറക്റ്റ് ആയിട്ട് ഞാൻ ക്യാച്ച് ചെയ്യും. നമ്മുടെ ആൾക്കാർ 3 പേരും ആ പോലീസും അവരിപ്പോ ആ ചീഫിന്റെ അടുത്തേക്ക് വരികയാണ്. ചീഫ് ആണെങ്കിൽ വമ്പം കലിപ്പില് ആള് തീർത്ത് പറയും, ഇങ്ങനെയുള്ള ഒരു സെക്യൂരിറ്റീസും എനിക്ക് വേണ്ട. പോലീസ് ആണെങ്കിൽ ഇപ്പൊ പതിയെ പുറത്തേക്ക് വരും. അതിനുശേഷം ബൊറൂട്ടോടും ടീമിനോടും നൈസായിട്ട് കണ്ണോട് ആക്ഷൻ കാണിക്കും. അവർക്ക് പിടികിട്ടും ആ ചീഫിന് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും ആളറിയാതെ ആൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നാണ് പോലീസ് ഉദ്ദേശിച്ചതെന്ന്. അതനുസരിച്ച് ഒരു സേഫ് ആയിട്ടൊരു സ്ഥലത്തിരുന്ന് ആളെ അങ്ങനെ വാച്ച് ചെയ്യാണ്. അപ്പോഴാണെങ്കിൽ ഭയങ്കര മഴ. നമ്മുടെ ആൾക്കാരാണെങ്കിൽ മഴയൊന്നും നനയാതെ സേഫ് ആയ ഒരു സ്ഥലത്തേക്ക് മാറും. ഉടനെ ലോങ് ഷോട്ടിലായിട്ട് ഒരു ഹുഡ് ഒക്കെ ഇട്ട് ആ സീരിയൽ കില്ലർ അവനിപ്പോ ചീഫ് ഇരിക്കുന്ന ആ ഒരു മാൻഷന്റെ അടുത്തേക്ക് വരും. അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റീസിനെ എല്ലാം അവൻ അങ്ങനെ ബോധം കെടുത്തി അവൻ ആ ബിൽഡിങ്ങിനകത്തേക്ക് കയറാനായിട്ട് ശ്രമിക്കുകയാണ്. അവൻ ആ ചീഫിന്റെ അടുത്തേക്ക് വന്ന് കൈ ചുരുട്ടി ചീഫിന്റെ വയറ്റിലിടിക്കും. ബോധം നഷ്ടപ്പെട്ട് താഴെ വീണ ചീഫിനെ തൂക്കിയെടുത്ത് അവൻ ഉഷാറായിട്ട് പുറത്തേക്ക് ഓടും. ഉടനെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവനെ റൗണ്ട് ചെയ്യാണ്. വീഴാണ് അവന്റെ ദേഹത്ത് വലിയൊരു അറ്റാക്ക്. മീറ്റ്സുക ചീഫിനെ വില്ലന്റെ കയ്യിൽ നിന്ന് പിടിച്ച് വലിച്ചെടുക്കും. ആ ഗ്യാപ്പിൽ വില്ലനാണെങ്കിൽ അവിടുന്ന് ഉഷാറായിട്ട് ഓടും. മീറ്റ്സുക ചീഫിനെ ആണെങ്കിൽ സാറുടെയും ബൊറൂട്ടോയുടെയും കയ്യിൽ ഏൽപ്പിച്ച് അവന്റെ പിന്നാലെ തന്നെ പോകും. മീറ്റ്സുക ആണെങ്കിൽ അവന്റെ ക്ലോസ് എത്തുമ്പോഴേക്കും അവനൊരു പ്രത്യേക പവർ ഉപയോഗിച്ച് മീറ്റ്സുകയുടെ പാമ്പിനെ അങ്ങനെ തളർത്തിക്കളയും. അതിനുശേഷം അവൻ വെള്ളത്തിലൂടെ അങ്ങനെ കുതിച്ചു പായാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത മീറ്റ്സുകയ്ക്കാണെങ്കിൽ ഭയങ്കര ഡൗട്ട്. മീറ്റ്സുക ഡയറക്റ്റ് ആയിട്ട് എപ്പിസോഡിന്റെ തുടക്കത്തിൽ അവൻ സേവ് ചെയ്ത ആ ഒരു പേഴ്സൺ അവന്റെ അടുത്തേക്ക് വരും. അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി, നീയും ഒരു ഷിനോബി അല്ലേ എന്ന് ഇപ്പൊ മീറ്റ്സുക ചോദിക്കും. അതിനവൻ പറയും, ഞാൻ ആയിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ ഷിനോബി ഒന്നും അല്ല. പക്ഷെ അപ്പോഴും മീറ്റ്സുകയ്ക്കാണെങ്കിൽ അവന്റെ സംശയം അടങ്ങിയിട്ടുണ്ടാവില്ല. അവൻ വീണ്ടും വീണ്ടും നീ എന്തുകൊണ്ടാണ് ലൈഫ് വിട്ടുവന്നത്, നിന്റെ സ്പെഷ്യൽ എബിലിറ്റി അതെന്താണ് എന്നിങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ അവനോട് ചോദിക്കും. മീറ്റ്സുകയുടെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളെല്ലാം തന്നെ അവനും കൊടുക്കും. അതിനുശേഷം വീണ്ടും ഇപ്പൊ ബൊറൂട്ടോ ടീം ആ പോലീസിന്റെ അടുത്തേക്ക് വരും. ഉടനെ പോലീസ് പറയും, ഇനി നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, ചീഫ് നിങ്ങളുടെ സെക്യൂരിറ്റി അപ്രൂവൽ ചെയ്ത് കഴിഞ്ഞു. ആ പോലീസ് ഓഫീസർ ആണെങ്കിൽ ഇപ്പൊ ആ കേസിനെ സംബന്ധിച്ച് ഒരുപാട് റിപ്പോർട്ട്സ് അവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ഉടനെ ഒരു പോലീസ് ഓഫീസർ ഓടി വന്നു പറയും, സാർ ചീഫിനെ കാണാനില്ല, ഒരുപാട് നേരമായി അദ്ദേഹത്തെ അന്വേഷിക്കുന്നു. കട്ട് ചെയ്ത ഇപ്പൊ ചീഫിനെ കാണിക്കും. അവനെ ആണെങ്കിൽ വില്ലൻ ഒരു കല്ലറയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഉടനെ സൂം ചെയ്ത് ആ വില്ലനെ കാണിക്കും. അത് മറ്റാരുമല്ല, മീറ്റ്സുക സേവ് ചെയ്ത അതേ ആള്. ആക്ച്വലി ചീഫിന്റെ കമ്പനിയിലാണ്
അവന്റെ സിസ്റ്റർ വർക്ക് ചെയ്തത്. അവിടെ വെച്ച് ഈ ചീഫ് അവിടെയുള്ള എംപ്ലോയീസിന് ഓവർ പ്രഷർ കൊടുത്ത് ആ കമ്പനി തന്നെ തകർത്ത് കളഞ്ഞു. സോ അവന്റെ സഹോദരി കൊല്ലപ്പെട്ടതില് അതിന് റിവെഞ്ച് ചെയ്യാനാണ് അവൻ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അടുത്ത നിമിഷം മെയ്റ്റ്സിക അവൻ അവിടേക്ക് വന്ന് ആ വില്ലനെ പിടിച്ചു വലിക്കും. ഉടനെ ചീഫ് ആണെങ്കിൽ ഓടി വന്ന് മെയ്റ്റ്സികയുടെ പിന്നിൽ ഒളിക്കുകയാണ്. വില്ലൻ വണ്ടടിച്ച് ഇപ്പൊ മെയ്റ്റ്സികയോട് ചോദിക്കും, നിനക്ക് ഞാനാണെന്ന് എങ്ങനെ മനസ്സിലായി? ഈ ഒരു സ്ഥലം നീ എങ്ങനെ കണ്ടുപിടിച്ചു? അപ്പോഴായിരിക്കും മെയ്റ്റ്സിക പറയാ, ആ ഒരു റിപ്പോർട്ടില് കമ്പനി ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടവരുടെ ലിസ്റ്റ് അത് ഞാൻ വായിച്ചു. അതില് നിന്റെ സിസ്റ്ററിന്റെ പേരും ഉണ്ടായി. സോ എനിക്ക് മനസ്സിലായി ആ സീരിയൽ കില്ലർ മറ്റാരുമല്ല നീയാണെന്ന്. അവൻ പറയും, നീ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, ഇവനെ തീർച്ചയായിട്ടും ഞാൻ കൊല്ലും. എന്റെ സിസ്റ്റർ ഉൾപ്പെടെ ഒരുപാട് നിരപരാധികളെ കൊന്നവനാണ് ഇവനും ഇവന്റെ ടീമിലുള്ളവരും. ഇവനെ കൂടെ എനിക്ക് തീർത്തേ പറ്റൂന്ന് പറഞ്ഞ് അവനിപ്പോ വീണ്ടും ആ ചീഫിന്റെ അടുത്തേക്ക് നടന്നെടുക്കും. അപ്പോഴാണെങ്കിൽ മഴ അതിപ്പോ ഭയങ്കര സ്ട്രെങ്തില് അവിടെ വീശി അടിച്ച് പെയ്തുകൊണ്ടേയിരിക്കും. അടുത്ത നിമിഷം അവൻ ആ മഴത്തുള്ളികള് അത് നീഡിൽസ് ആക്കി മാറ്റി ആ ചീഫിനെ അറ്റാക്ക് ചെയ്യും. പക്ഷെ മെയ്റ്റ്സിക അവൻ ഓൾറെഡി ആ വില്ലന്റെ പവർ അത് മനസ്സിലാക്കിയതാണ്. അവന്റെ പവർ ഉപയോഗിച്ച് അതെല്ലാം തടയും. വേറെ വഴിയില്ലാതെ ഇപ്പൊ ആ വില്ലൻ അവനാണെങ്കിൽ മഴത്തുള്ളികൾ കൊണ്ടുണ്ടാക്കിയ നീഡില് അത് വെച്ച് അവന്റെ നെഞ്ചിൽ തന്നെ കുത്തി ഇറക്കി അങ്ങനെ സൂയിസൈഡ് ചെയ്യാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത മെയ്റ്റ്സിക അവനുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്ന് അവൻ ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുകയാണ്. ഇപ്പൊ ചോച്ചിയായിരിക്കും കാണിക്കുക. ചോച്ചിയാണെങ്കിൽ ആളുടെ ബട്ടർഫ്ലൈ മോഡിലേക്ക് പോയി ഒരുപാട് ഫോഴ്സ് കയ്യിൽ കൊണ്ടുവന്ന് വലിയൊരു പാറ അതങ്ങനെ ഇടിച്ച് തവിട് പൊടിയാക്കും. ചോച്ചോ ആണെങ്കിൽ ചോച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഹായ് ആയിട്ടിരിക്കും. അതിനുശേഷം ചോച്ചോ അവള് പപ്പ പറഞ്ഞതനുസരിച്ച് ഇപ്പൊ ബട്ടർഫ്ലൈ മോഡിലേക്ക് പോവും. എന്നിട്ട് അവളും കംപ്ലീറ്റ് സ്ട്രെങ്ത് എടുത്ത് ഒരു പാറയിൽ ആഞ്ഞെട്ടിക്കും. അവളുടെ പപ്പ തകർത്തതുപോലെ ആ ഒരു പാറ അത് മുഴുവനായിട്ട് തകർക്കാൻ അവളെ കൊണ്ട് പറ്റുകയില്ല. പക്ഷെ ചോച്ചിയാണെങ്കിൽ അപ്പോഴും അവൾക്ക് എനർജിയും പവറൊക്കെ കൊടുക്കും. ഉറപ്പായാലും നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും. നിനക്കൊരു കാര്യം അറിയോ, ഇത് നമ്മുടെ ക്ലാന്റെ മാത്രം സ്പെഷ്യൽ പവറാണ്. നമ്മൾ ഈ പവർ ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കലോറീസ് കുറഞ്ഞ് നീ ഒരു ചുന്ദരി പെണ്ണായി മാറും. മാത്രമല്ല ഇത്ര എനർജി അതാർക്കും ഒറ്റയടിക്ക് ഇജക്ട് ചെയ്ത് ഫൈറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. സോ ഉറപ്പായാലും നീ ഇതിലൊരു മാസ്റ്റർ ആവണം. എനിക്കൊരു കാര്യം അറിയോ, ഞാൻ ഈ പവർ അതൊക്കെ പഠിച്ചെടുത്ത് തന്നെ ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. എന്റെ ചെറുപ്രായത്തിൽ തന്നെ എനിക്കിത് അവേക്കൻ ചെയ്യാൻ കഴിഞ്ഞു. സോ നീയും എന്നെ പോലെ തന്നെ ഭയങ്കര സ്ട്രോങ് ആവണമെന്ന് പറഞ്ഞ് അവളെ ഉപദേശിക്കും. പക്ഷെ അവളാണെങ്കിൽ ചോച്ചിയുടെ ഉപദേശം ഒന്നും ശ്രദ്ധിക്കാതെ ഇപ്പൊ ചോച്ചിയോട് ചോദിക്കും, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു, എത്രയും പെട്ടെന്ന് എനിക്ക് ഫുഡ് കഴിക്കണം. ചോച്ചിയാണെങ്കിൽ ഇവൾ ഇങ്ങനെ ഒരു മണ്ടിയാണല്ലോ എന്ന് പറഞ്ഞ് തലയ്ക്ക് കൈയൊക്കെ കൊടുത്ത് റെസ്റ്റോറന്റിൽ വന്ന് അവൾക്ക് ഫുഡ് വാങ്ങിക്കൊടുക്കും. ഉടനെ ആങ്കോ സെൻസൈ അവിടേക്ക് വന്ന് ചോച്ചിയോട് നിന്നെ ഷിക്കമരു അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയും. ചോച്ചിയാണെങ്കിൽ ഉടനെ ഷിക്കമരുവിന്റെ അടുത്തേക്ക് പോകും. ആൻഗോ ആണെങ്കിൽ ഇപ്പൊ അവൾക്ക് ഇഷ്ടപ്പെട്ട കുറെ ഡിഷൊക്കെ ഓർഡർ ചെയ്യാൻ തുടങ്ങും. അപ്പോഴായിരിക്കും ആ ഷോപ്പിന്റെ ഓണേഴ്സ് അവര് പറയാ, ആക്ച്വലി ഒരുപാട് ഐറ്റംസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്. കാരണം ഇവിടേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്ന വഴിക്ക് സ്ഥിരമായിട്ടൊരു കള്ളക്കൂട്ടങ്ങള് സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പൊ ഹോട്ടലിന്റെ നിലനിൽപ്പിന് തന്നെ ആ ഒരു കാര്യം പ്രതികൂലമായിട്ട് ബാധിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്തിട്ടില്ല എങ്കിൽ ഇത് അടച്ചു പൂട്ടേണ്ടി വരും. ആങ്കോ സെൻസൈക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കരമായിട്ട് ആവേശം കയറും. ഒരു കാരണവശാലും അവരെ വെറുതെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് നെക്സ്റ്റ് ഡേ ഫുഡ് ഐറ്റംസ് കൊണ്ടുവരുന്ന ആ ഒരു വലിയ കണ്ടെയ്നറിൽ ആങ്കോയും നമ്മുടെ ചോച്ചോയും അവർ രണ്ടുപേരും കയറി ഒളിച്ചിരിക്കും. രണ്ട് വർക്കേഴ്സ് ആണ് ഇപ്പൊ ആ ഒരു വണ്ടി വലിച്ചോണ്ട് പോവാ. അപ്പൊ ലോങ് ഷോട്ടില് ആ കള്ളന്മാര് അടുത്ത നിമിഷം ആ 4 കള്ളന്മാര് അവരിപ്പോ ആ വണ്ടി വളഞ്ഞ് അങ്ങനെ നിൽക്കും. അവരെ കാണേണ്ട താമസം അത് തള്ളിക്കൊണ്ടുവന്ന 2 പേര് അവര് രക്ഷിക്കടാ എന്ന് നിലവിളിച്ച് ഉഷാറായിട്ട് ഓടുകയാണ്. ഉടനെ ചോച്ചോയും അൻകോയും അവർ 2 പേരും പുറത്തിറങ്ങി ഇപ്പൊ അവരുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ഫൈറ്റ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ശൂരീങ്കനൊക്കെ ഇല്ലന്മാർക്ക് നേരെ അറഞ്ചം പുറഞ്ചം വലിച്ചെറിയും. പക്ഷെ അവർ സിമ്പിൾ ആയിട്ട് അവരുടെ അറ്റാക്കിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. ആൻകോ ആണെങ്കിൽ അവളുടെ സ്നേക്ക് പവറൊക്കെ വെച്ച് അറ്റാക്ക് ചെയ്യും. പക്ഷെ ആ മെയിൻ വില്ലൻ അവന്റെ പവർ ഉപയോഗിച്ച് ആ സ്നേക്കിനെ പിടിച്ചു വലിച്ച് അവളെങ്ങനെ ലോക്ക് ചെയ്യാണ്. കാര്യം വഷളാകാണെന്ന് മനസ്സിലാക്കിയ ചോച്ചോ അവളുടെ കൈ അതങ്ങനെ വലുതാക്കി മാറ്റി ആ വില്ലന്മാരെ ആഞ്ഞിട്ടിക്കും. ആ ഒരു ഇടിയില് ആ പ്രദേശം മുഴുവൻ തകർന്ന് സ്വീറ്റ് ബീൻസ് ഫുഡ് ഐറ്റംസ് അതിപ്പോ ആ വെള്ളത്തിലേക്ക് വീഴാൻ തുടങ്ങും. ചോച്ചോ അവളുടെ ബട്ടർഫ്ലൈ മോഡിലേക്ക് പോയി ഇപ്പൊ ആ ബീൻസ് അതങ്ങനെ സേഫായി ലാൻഡ് ചെയ്യിപ്പിക്കും. പക്ഷെ എന്താ ആൻകോ സെൻസൈ ആണെങ്കിൽ വലിയൊരു കല്ലിന്റെ ഇടയിൽ പെട്ട് കിടക്കുകയാണ്. അവൾ ഒരുപാട് കഷ്ടപ്പെട്ട് ആ ഒരു വലിയ പൊന്തം കല്ല് അത് തള്ളി മാറ്റാൻ ശ്രമിക്കും. പക്ഷെ കലോറി ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൾക്ക് ഇപ്പോൾ ഒട്ടും സ്ട്രെങ്ത് ഇല്ല. അവൾ ഉടനെ ആ ചാക്കിലുള്ള ബീൻസ് അതഴിച്ച് കുക്ക് ചെയ്ത്
കഴിക്കാനായിട്ട് തുടങ്ങും. അവളത് കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ആ വില്ലന്മാര് അവരിപ്പോ കറക്റ്റ് ആയിട്ട് അവിടേക്ക് വന്ന് ആ ഫുഡ് ഐറ്റംസ് ഉള്ള ട്രോളി അത് അടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. ചോച്ചോ ആണെങ്കിൽ അവൾ കുക്ക് ചെയ്ത ഫുഡ് അതുമായിട്ട് ഉഷാറായിട്ട് ഓടി വന്ന് ഒരു മരത്തിന്റെ പിന്നിൽ ഒളിച്ചിരിക്കും. എന്നിട്ട് വായും വയറും നിറയെ അത് കഴിച്ച് അവൾ എങ്ങനെയൊക്കെയോ ഇപ്പൊ അവളുടെ വെയിറ്റ് അത് റീഗെയിൻ ചെയ്യാൻ ശ്രമിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ആൻകോ സെൻസായെ കാണിക്കും. സെൻസായിക്കാണെങ്കിൽ എന്താ സംഭവിക്കണേന്ന് മനസ്സിലാവില്ല. വില്ലന്മാർ ആ ഫുഡ് ഐറ്റംസ് എല്ലാം വീണ്ടും കെട്ടി അവിടുന്ന് വലിച്ചുകൊണ്ട് പോകാൻ റെഡി ആവുമ്പോഴേക്കും നമ്മുടെ പെണ്ണ് അവളങ്ങനെ പവറായിട്ട് വന്ന് നിൽക്കുകയാണ്. ഞൊടിയിടയില് ഇപ്പം നമ്മുടെ ചോച്ചോ അവളുടെ സൈസ് ഇൻക്രീസ് ചെയ്യും. അവൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ മെയിൻ വില്ലൻ അവനവന്റെ പവർ വെച്ച് അവളെ അങ്ങനെ ചുറ്റി വലിക്കും. അതിനുശേഷം ലൈറ്റ്നിങ് പവർ അതവളുടെ ബോഡിയിലേക്ക് കടത്തി വിടാണ്. അവൾ വേദന കൊണ്ട് നിലവിളിക്കും. ആൻഗോ സെൻസായും കല്ലിന്റെ മറുവശത്ത് നിന്ന് നിലവിളിക്കാൻ തുടങ്ങും. വില്ലന്മാർക്ക് പിടികിട്ടും ആൻഗോ അവൾ ആ കല്ലിന്റെ മറുപുറത്തുണ്ടെന്ന്. ചോച്ചോ അവളുടെ കണ്ണുകൾ ഇറുകി അടച്ച് ഒരു സെക്കൻഡ് അവളുടെ പപ്പയെ കുറിച്ച് ആലോചിക്കും. എന്നിട്ട് ഉടനെ അവളുടെ സർവ്വശക്തിയും അങ്ങനെ എടുത്ത് ഇപ്പൊ ബട്ടർഫ്ലൈ മോഡിലേക്ക് പോവാണ്. പിന്നൊന്നും നോക്കില്ല, അറഞ്ചം പുറഞ്ച കെട്ടിച്ച് അവരെല്ലാവരെയും അവളൊരു കയറിട്ട് കെട്ടിയൊരു മൂലക്കിടും. അതിനുശേഷം ആ വലിയ കല്ല് അതും തല്ലി പൊട്ടിച്ച് അവൾ ആൻകോ സെൻസായെ സേവ് ചെയ്യും. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഇപ്പൊ റെസ്റ്റോറന്റിൽ ഫുഡ് ഐറ്റംസ് എല്ലാം തന്നെ കറക്റ്റ് ആയിട്ട് എത്താൻ തുടങ്ങി. ആ ഷോപ്പ് ഓണർ, സ്റ്റാഫ്, നമ്മുടെ ബൊറൂട്ടോ ടീം അങ്ങനെ എല്ലാവരും ഇപ്പൊ ചോച്ചോയെയും ആൻകോ സെൻസായോടും നന്ദി പറയും.